ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന AI ഇംപാക്ട് ഉച്ചകോടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി. രാജ്യത്തിന്റെ ഡേറ്റ വിൽപ്പനച്ചരക്കാക്കിയെന്നാണ് ആരോപണം. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വേദിയാക്കി ഉച്ചകോടിയെ മാറ്റിയെന്നും രാഹുൽ എക്സ് പോസ്റ്റിൽ വിമർശിച്ചു. ഇന്ത്യയുടെ കഴിവുകളും ഡാറ്റയും പ്രയോജനപ്പെടുത്തുന്നതിൽ AI ഇംപാക്ട് ഉച്ചകോടി പരാജയപ്പെട്ടെന്നും പകരം PR പരിപാടിയായി ഉച്ചകോടിയെ മാറ്റിയെന്നുമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. ഇന്ത്യയെ ആഗോളതലത്തിൽ പരിഹാസപാത്രമാക്കുന്ന നടപടികളാണ് AI ഉച്ചകോടിയിൽ നടക്കുന്നതെന്ന് കോൺഗ്രസും ആരോപിച്ചു. ചൈനീസ് നിർമ്മിത റോബോട്ടിക് ഡോഗിനെ സ്വന്തം നിലയിൽ വികസിപ്പിച്ചെടുത്തതാണെന്ന് അവകാശപ്പെട്ട ഉത്തർപ്രദേശിലെ ഗൽഗോട്ടിയോ സർവകലാശാല രംഗത്തെത്തിയതാണ് വിവാദങ്ങളുടെ തുടക്കം. ചൈനീസ് കമ്പനി നിർമ്മിച്ച യൂണിട്രി ഗോറ്റു എന്ന റോബോട്ടിനെ ഓറിയോൺ എന്ന പേരിൽ സർവകലാശാല സ്വന്തം ഉൽപ്പന്നമായി പ്രദർശിപ്പിച്ചിരുന്നു. ഏകദേശം 2 മുതൽ 3 ലക്ഷം രൂപ വരെ ഓൺലൈനിൽ വിലയുള്ള ഈ റോബോട്ട് സർവകലാശാലയിലെ സെന്റർ ഫോർ എക്സലൻസ് വികസിപ്പിച്ചെടുത്തതാണെന്ന് ഒരു വീഡിയോയിൽ അധികൃതർ അവകാശപ്പെട്ടു. എന്നാൽ സംഭവം വിവാദമായതോടെ റോബോട്ടിനെ നിർമ്മിച്ചതാണെന്ന് ഒരിടത്തും അവകാശപ്പെട്ടിട്ടില്ലെന്നും വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി ചൈനീസ് കമ്പനിയിൽ നിന്ന് വാങ്ങിയതാണെന്നും എക്സിലൂടെ സർവകലാശാല അറിയിച്ചു. ആദ്യ ദിനത്തിൽ പ്രതിനിധികൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ IT മന്ത്രി അശ്വിനി വൈഷ്ണവ് ക്ഷമ ചോദിച്ചു. സംഘാടനത്തിലെ പിഴവ് ചൂണ്ടിക്കാട്ടി സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശനമുയർന്നതിന് പിന്നാലെയായിരുന്നു മന്ത്രിയുടെ ക്ഷമാപണം. 5 ദിവസം നീണ്ടു നിൽക്കുന്ന AI ഇംപാക്ട് സമ്മിറ്റിന് ഇന്നലെയാണ് ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമായത്. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ലോക നേതാക്കളും പ്രതിനിധികളും ഇതിനോടകം തന്നെ AI ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. ആദ്യ ദിനത്തിൽ 70,000-ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.